രണ്ടിനെയും കൂടെ ആയിരുന്നു ഒരുമിച്ച് ട്രാക്ക് ചെയ്തത്. അപ്പോൾ ഏഴാറ്റുമുഖം ഗണപതി ഇത്രയ്ക്കൊരു ഇമോഷണൽ ഒരു ഇത് വരുമെന്ന് നമ്മളാരും പ്രതീക്ഷിച്ചില്ല. പക്ഷെ അത് തുമ്പി കൊണ്ട് ആനയെ ചേർത്ത് പിടിച്ച് കൊണ്ടുവരുന്ന ഒരു സീനും പിന്നെ ആ തുമ്പിയിൽ നിന്ന് വിട്ടുപോയപ്പോഴാണ് ആന മയങ്ങി വീണത്. വേറെ ഇഷ്യൂസ് ഒന്നും ആ സമയത്ത് ഉണ്ടായിട്ടില്ല. ഡോക്ടേഴ്സ് നിരീക്ഷണം ഉണ്ടായിരുന്നു. അന്ന് ആ മുറിവ് കുറച്ച് ഇതായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടൊരു ന്യൂസും നമ്മുടെ സ്റ്റാഫ് അത് പറഞ്ഞനുസരിച്ചിട്ട് ഒരാഴ്ചത്തോളം 3 ഡോക്ടേഴ്സിന്റെ നിരീക്ഷണം ഉണ്ടായിരുന്നു. ആനയുടെ ഹെൽത്ത് കണ്ടീഷനിലും മുറിവിൽ നിന്ന് ഈ മാഗറ്റ്സ് വരുന്നതായിട്ടൊക്കെ കണ്ടെങ്കിലും ആന ഫീഡിങ്ങും അതിന് വെള്ളം എടുക്കുന്നതും ഭക്ഷണം എടുക്കുന്നതും അതിന്റെ ഡെയിലി റുട്ടീൻ അത് നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ആരോഗ്യസ്ഥിതി അത്രയങ്ങ് അവശ നിലയിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാലും ഒരു ക്ഷീണം അനുഭവപ്പെട്ടായിരുന്നു ഈ ഒരു 2-3 ദിവസമായിട്ട്. നിലവിൽ നിങ്ങളും കണ്ടതല്ലേ, ആനയ്ക്ക് അത്ര അവശ നിലയൊന്നുമല്ല. ആന അത്യാവശ്യം ആരോഗ്യമായിട്ട് അത്യാവശ്യം എന്നുവെച്ചാൽ ക്ഷീണമുണ്ട്, എന്നിരുന്നാലും അത്രയ്ക്ക് അവശ നിലയിലല്ല. ഉണ്ട്. അത് അന്ന് നമ്മളൊരു ഫസ്റ്റ് ചികിത്സ നടത്തിയപ്പോഴേ ഡോക്ടർ പറഞ്ഞതാണ് ആ കൊമ്പ് കുത്തിയിറങ്ങി ആ ഒരു ആഴം ഉണ്ടായിരുന്നു. അത് അന്ന് ചികിത്സ നടത്തിയതിന് ശേഷം കുറച്ചൊന്ന് ഉണങ്ങി വന്നിട്ടാണ് പിന്നെ ഇത് പഴുക്കാൻ തുടങ്ങിയത്. മുറിവിന് നിങ്ങൾക്കൊക്കെ വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഇതുണ്ട്. അപ്പോൾ റെഗുലർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്.